നാഗരാജാവേ, ഞങ്ങള് അറിയാതെ ചെയ്ത അപരാധത്തിന് അവിടുന്ന് ഞങ്ങക്ക് മാപ്പ് തരണം. ഞങ്ങളെ ഒന്നും ചെയ്യരുത്, പ്രത്യേകിച്ച് വിശാൽ സാറിനെ ഉപദ്രവിക്കരുത്. ഇനി ഞങ്ങളോട് കോപം ഉണ്ടെങ്കിൽ അത് തീർക്കാനാണെങ്കിൽ അവിടുന്ന് എന്നെ കൊത്തിക്കോളൂ. എന്നെ കൊത്തി പ്രതികാരം തീർത്തോളൂ. പാർവതി, നീ എന്തായി കാണിക്കുന്നേ? പാമ്പിനോട് കഥ പറഞ്ഞ് നിൽക്കുകയാണോ? നിനക്കിത് എന്താ പറ്റിയേ? നിന്റെ ബുദ്ധി മരവിച്ചു പോയോ പാർവതി? നീ വന്നേ പാർവതി, നീ വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് പോവാം, വരാൻ. വിട്. ഇല്ല, ഞാൻ വരില്ല. ആ, ഈ പാമ്പ് ഇവിടെ നിൽക്കുന്നല്ലേ നീ വരാത്തത്? ഇതിനെ തല്ലി ഓടിച്ച പ്രശ്നം തീരുമല്ലോ. വിശാൽ സർ, വിശാൽ സർ, വേണ്ട. നാഗരാജാവാണത്, തല്ലാൻ പാടില്ല. തല്ലിയ നാഗരാജാവിന്റെ കോപം ഉണ്ടാവും. ഇത് പാപമാണ്. നാഗരാജാവ്? ഇത് നാഗരാജാവൊന്നും അല്ല, ഇത് പാമ്പാണ്. പാർവതി, നീ പറഞ്ഞ നിന്റെ തലയ്ക്കകത്ത് കയറൂലേ? നീ വിട്ടെ, ഇതിന് ഞാൻ. വിശാൽ സർ, അവിവേകം കാണിക്കരുത്. നാഗരാജാവ് നമുക്കൊരു ദ്രോഹം ചെയ്യില്ല, നന്മ മാത്രമേ ചെയ്യൂ. വിശാൽ സാറിന് വേണ്ടി ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം. പാർവതി, നീ എന്തായി കാണിക്കുന്നേ? പാർവതി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അബദ്ധം ഒന്നും കാണിക്കരുത്. പാമ്പിനോടാ നീ കളിക്കുന്നത്. നീ വാ, വരാൻ വാ. ഇല്ല, ഞാൻ വരില്ല. നാഗരാജാവിന് കോപമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നാഗരാജാവ് എനിക്ക് തരണം. നാഗരാജാവ് എന്നെ കൊത്തിക്കോട്ടെ. പാർവതി, പാർവതി, പാമ്പ് പുറ്റിലേക്ക് പോയല്ലോ. വാ, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. വാ. ഒന്ന് ക്ഷമിക്കൂ വിശാൽ സർ, ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ചില കാര്യങ്ങളോ? അതെന്താ? ഇത്തിരി നേരം കൂടി കാത്തിരിക്കൂ വിശാൽ സർ.
നാഗരാജാവ് ഈ കൊലുസ് സമ്മാനമായി തന്ന സ്ഥിതിക്ക് നാഗരാജാവിന് നമ്മളോട് കോപമില്ല എന്നല്ലേ കരുതേണ്ടത്? അതെ, നാഗരാജാവിന് നമ്മളോട് കോപമൊന്നുമില്ല വിശാൽ സർ. അപ്പൊ ഇനി പരിഹാരമൊന്നും ചെയ്യണ്ടല്ലോ? വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം. പോവാം. നീ വാ. വാ പാർവതി. എന്ത് എഴുതും? ഒരു പ്രണയലേഖനം എങ്ങനെയാ എഴുതുക? ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ശ്ശേ. എന്താ ഇപ്പൊ എഴുതേണ്ടത്? അല്ലെങ്കിൽ വേണ്ട, കൂടുതൽ വർണ്ണനയൊന്നും വേണ്ട. പറയാനുള്ളത് നേരെ അങ്ങ് എഴുതാം. സാറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. സാറിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇതിന് മറുപടി എഴുതാതെ സാറ് എനിക്കൊരു മുത്തം തരണം. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ദിഗ്ദാനാദീൻ ദാനം ദിഗ്ദാനാദീൻ ദാനം ദിഗ്ദാനാദീൻ ദാനാ ദാനാ. അയ്യോ,
സാറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ശ്ശോ. സാറിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇതിന് മറുപടി എഴുതാതെ എനിക്കൊരു മുത്തം തരണം. ഇഷ്ടായോ? ഇതൊക്കെ എന്താ സർ? എന്തിനാ ഈ അലങ്കാരങ്ങളൊക്കെ? അല്ല, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? ഇന്ന് നമ്മുടെ വിവാഹ വാർഷികം. വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഞാൻ പാർവതിയോട് എന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല, പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ ആദ്യമായി പാർവതിയെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഒരു മിനിറ്റ്. പാർവതി, അവന്റെ ഒരു പ്രപ്പോസലും റൊമാൻസും ഞാൻ കാണിച്ചു തരാം. I love അയ്യോ, കറണ്ട് പോയല്ലോ വിശാൽ സാറേ. എല്ലായിടത്തും കുറ്റാക്കൂരിരുട്ട്. വാ, നമുക്ക് പോവാം. പാർവതിക്ക് പേടിയായോ? ഈ ഇരുട്ടത്ത് വെച്ച് വിശാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ്, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പാർവതിക്ക് പേടിയായോന്ന്? വേണ്ട സർ, ഇവിടെ നമുക്ക് ഇരുട്ടത്ത് നിൽക്കണ്ട. ഇത് കാടാ, ഇവിടെ എന്ത് സംഭവിക്കാം. സർ വാ, നമുക്ക് പോവാം. പാർവതി, വേണ്ട സർ, നമുക്ക് തിരിച്ചു പോവാം. വിശാൽ സർ വാ, വാ.
അവന്റെ ഒരു പ്രപ്പോസൽ ഏതായാലും അത് ചീറ്റിപ്പോയല്ലോ. പ്രതാപ, എന്താ ചേച്ചി? എനിക്കൊരു സംശയം. എന്താ? നീ ആ ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചോ? ആ കണ്ണ് കാണാത്ത ആൾ എപ്പോഴും കാണുന്നതല്ലേ. അയാൾ എന്തിനാ പ്രത്യേകം ശ്രദ്ധിക്കുന്നേ? ശ്രദ്ധിക്കണം. കാരണം കാരണമുണ്ട്. അയാളെ കണ്ടിട്ട് നിനക്ക് വല്ല സംശയം തോന്നിയോ? എന്ത് സംശയം? അല്ലെങ്കിൽ തന്നെ ആ ഗരികേട്ടനെ കണ്ട എന്ത് സംശയം തോന്നാനാ? പ്രതാപ, കണ്ണുണ്ടായാ പോരാ, അതിന് കാഴ്ച ഉണ്ടാവണം. പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണം നമ്മൾ തിരിച്ചറിയാതെ വരും. ചേച്ചി എന്തീ പറഞ്ഞു വരുന്നേ? നിനക്കപ്പോ ശേഖരനെ കണ്ടിട്ട് ഒരു സംശയവും തോന്നിയില്ല? ഇല്ല. എന്നാൽ എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? അയാൾ ശേഖര മേനോൻ എന്ന ശേഖരേട്ടനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആര്? ശേഖരനൊളിയനോ? അതെ, എന്റെ ആദ്യ ഭർത്താവ് ശേഖര മേനോൻ, വിപിന്റെയും വിനയുടെയും അച്ഛൻ. ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ സംശയം തോന്നാൻ കാരണം? നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ പ്രതാപ? ഞാനതിപ്പോഴാ ഓർത്തെടുത്തത്. എന്താണ് ചേച്ചി? ശേഖര മേനോനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്ത ദിവസം, അതേ ദിവസം തന്നെയാണ് ഈ അന്ധനും ഈ വീട്ടിൽ വന്നത്. ശരിയാ, ചേച്ചി പറഞ്ഞ ശരിയാ. ആ ദിവസം തന്നെ അയാൾ വന്നത്. അതുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശേഖരനെ ഇന്നു മുതൽ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. അയാളുടെ അന്ധതയൊക്കെ ഒരഭിനയമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അയാളെ കാര്യമായി ശ്രദ്ധിച്ചേ മതിയാവും. ശേഖരനളിയനാണ് ഇവിടെ വേഷം കെട്ടി നിൽക്കുന്നതെങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. ഇവർക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ഏതു വിധേനയും ഈ ധൂമകേതുക്കളിൽ നിന്ന് രക്ഷപ്പെടണം. പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കാണാമായിരുന്നു. ഇപ്പൊ അവളും ഇവിടെയില്ല. പണി പാളിയല്ലോ. ഏത് നേരത്താണാവോ ആ ഗാർഗിക്ക് അങ്ങോട്ട് വരാൻ തോന്നിയത്? അതുകൊണ്ടല്ലേ ആ കത്ത് അവളുടെ കയ്യിൽ കിട്ടിയത്? അവൾ എന്ത് വിചാരിച്ചു കാണും? അത് വായിച്ചാൽ എല്ലാം മനസ്സിലാകും. എനിക്ക് വിപിൻ സാറിനോട് പ്രേമമാണെന്നും അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആകെ പുലിവാലായല്ലോ. ഇനി ഇതിന്റെ പേരില് ഗാർഗി എന്തൊക്കെ കുഴപ്പങ്ങളാണോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്? പല്ലവി, എന്താ ഗാർഗി ചേച്ചി? നീ എന്താ പാർവതിയുടെ മുറിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന? ചുമ്മാ. നീ പാർവതിയുടെ അനിയത്തി തന്നെ അല്ലേ? അതെന്താ ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എന്റെ ചേച്ചി തന്നെയല്ലേ പാർവതി? പാർവതി ചേച്ചിയുടെ അനിയത്തിയല്ലേ ഞാൻ? ഞങ്ങളെ ഒരമ്മ പറ്റ മക്കളാ. എന്നിട്ട് പാർവതിയുടെ ഗുണമൊന്നും നിനക്കില്ലല്ലോ, അതെന്താ? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കേ ഞാൻ മനസ്സിലാക്കി തരാം. മോളെ, നീ കാരണം നിന്റെ ചേച്ചിക്കൊരു പേരുദോഷം ഉണ്ടാവരുത്. അതാ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. നിന്റെ പ്രായത്തില് പ്രേമം തോന്നുന്നൊക്കെ സ്വാഭാവികം.
പക്ഷെ അത് ആലോചിച്ചും കണ്ടുമൊക്കെ വേണം. നിന്റെ നിലയ്ക്ക് യോജിക്കുന്നവരെ വേണം നീ കണ്ടെത്താൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഓർത്തോ? ആ കത്ത് ചേച്ചി കണ്ടല്ലേ? കണ്ടു. വിപിനെ പ്രേമിക്കാൻ വേണ്ടിയാണോ നീ നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്താടി ഇത്? നിനക്കെന്താ പറ്റിയേ? എന്റെ ഗാർഗി ചേച്ചി, എനിക്ക് രജൻ സാറിനോട് പ്രേമൊന്നും ഇല്ല. ആ കത്ത് ഞാൻ ചുമ്മാ എഴുതിയതാ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി.